ഹലോ, അപ്പോൾ പഴയതുപോലെ പിന്നെയും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നെയ്ഹുമായും കൂടെ ഒരു ഈവനിങ്ങിലൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഞാനും നെയ്ഹുമായും കൂടെ ഇങ്ങനെ ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾക്ക് സൈക്കിളിൽ കയറണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന സൈക്കിളാണ്. അപ്പോൾ എനിക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈക്കിളിൽ കൊണ്ടിരുത്തിയപ്പോൾ അവൾ അകത്ത് വയ്ക്കുന്ന ചെടിയൊക്കെ പിടിച്ചിട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ലീഫൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ പ്രകൃതിയായിട്ട് ഇണങ്ങി വളരട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുറത്തേട്ടൊന്ന് ഇറങ്ങിയിട്ടോ, മോൾ അവിടെ ഇരുത്തിയിട്ട്. അപ്പോൾ അവിടെ ഒരു മാവ് നിൽപ്പുണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾക്ക് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പറിച്ച് പഴുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മാങ്ങയാണ്. അപ്പോൾ ഞാനതൊക്കെ നോക്കി. എനിക്ക് വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ റോഡിൽ നിന്നൊക്കെ എന്താണ് കരിയിലേക്ക് നമ്മുടെ മുറ്റത്തൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട്, കാപ്പി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ നെയ്ഹുമ്മ ഇവിടെ ഇരിക്കൂട്ടോ ഇങ്ങനെ സൈക്കിളിൽ. നെയ്ഹുമ്മക്ക് അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ സൈക്കിളിൽ ഇരിക്കും. പിന്നെ വല്യമ്മൻ്റെ കീപാഡിൻ്റെ ഫോണൊന്ന് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തതാണ്. ഫോണൊന്നും ഒക്കെ ഇങ്ങനെ കൈ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവളെ പുറത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇറക്കും കേട്ടോ. അത് അവൾക്കും ഇഷ്ടമാണ്. നല്ല എന്താ പറയുക, ഇങ്ങനെ ചെടികളൊക്കെ തൊട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ അവൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അത് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഇങ്ങനെയുള്ള സൈക്കിളും കൂടെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഉന്തി കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് പിന്നെ ചായ ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല. ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഇൻഷാല്ലാ വിചാരിക്കുന്നുണ്ട്. മോള് ചെറുതാണ്, അപ്പോൾ അവളുടെ വാശിയും കുറുമ്പും, പിന്നെ അവളുടെ കൂടെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോസൊന്നും ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് മടിക്കുന്നത്. പിന്നെ ചായയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അത് ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. പിന്നെ താത്തായുടെ കുട്ടിയുണ്ട്. പിന്നെ അവൾ വല്യമ്മയുടെ കൂടെ ഇങ്ങനെ ഊഞ്ഞാലിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കാക്കൂൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാക്കൂൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഇവൾ വൈകുന്നേരം ആയാൽ ഇങ്ങനെയാണ്, എല്ലായിടത്തും ചാടി ഇരിക്കും. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും നെയ്ഹുമായും കൂടെ ഉള്ള കളിയാണ് കേട്ടോ ഇനി നടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അവൾക്ക് ഞാനൊരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നെയ്ഹുമ്മ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണേ. ഞാൻ എന്തെങ്കിലും വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ അവളും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നെയ്ഹുമ്മ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.